മറ്റൊന്ന് കോട്ടയത്തെ LDF പ്രതീക്ഷയാണ്. അവർ ഉറച്ച പ്രതീക്ഷയായി കാണുന്നത് വൈക്കം, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, പാല, ഇങ്ങനെ 4 മണ്ഡലങ്ങളാണ്. ഇതിൽ പാലയാണ് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. സാധ്യത കാണുന്നത് പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലുമാണ്. നമുക്ക് ഇനി ഓരോ ഈ മുന്നണികളുടെയും സാധ്യതകളിലേക്ക് പോകാം. എനിക്കൊപ്പം ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പുതുപ്പള്ളി, കടുത്തുരുത്തി, കോട്ടയം, ഈ 3 മണ്ഡലങ്ങളിൽ UDFന് ഏതെങ്കിലും തരത്തിൽ അസാധാരണമായ ഏതെങ്കിലും ഒരു അട്ടിമറി ഉണ്ടാവാൻ എങ്ങനെയെങ്കിലും സാധ്യതയുണ്ടോ? കോട്ടയത്തെക്കുറിച്ചും പുതുപ്പള്ളിയെക്കുറിച്ചും പ്രത്യേകിച്ച് ചർച്ചകൾക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം കിരൺ. പിന്നെയും സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ കടുത്തുരുത്തിയെക്കുറിച്ച് ഒരല്പം ചർച്ച ചെയ്യാമെന്ന് മാത്രം. അവിടെ കഴിഞ്ഞ തവണ ഏതാണ്ട് 4000 വോട്ടിലേക്ക് മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം അന്നത്തെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജിനെ കുറയ്ക്കാനായി എന്നുള്ളത്, അതായത് 42,000-ൽ നിന്ന് 4,000-ലേക്ക് കുറയ്ക്കാനായി എന്നുള്ളതാണ് ഏക ആശ്വാസം. അവിടെ കേരള കോൺഗ്രസ് എം, അതായത് ഈ മാണിക്കാർ എന്ന് പറയുന്ന KM മാണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിഭാഗത്തിന് അതിശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. കടപ്ലാമറ്റവും ഒപ്പം തന്നെ മരങ്ങാട്ടുപള്ളിയും പോലുള്ള പല പഞ്ചായത്തുകളും അവർ കാര്യമായുണ്ട്. കുറവിലങ്ങാടും കടുത്തുരുത്തിയിലുമൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. ഇതാണ് അവരുടെ ഒരു ആത്മവിശ്വാസത്തിന് കാരണം. ഇത്തവണ നിർമ്മല ജിമ്മിയാണ് അവിടെ ഇടത് സ്ഥാനാർത്ഥിയായി, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആഴങ്ങളിൽ മണ്ഡലത്തിൽ വേരുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് മോൻസ് ജോസഫ്. പൊതുവെ ഒരു LDF അനുകൂല വലിയ വികാരമുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു 4000-ലേക്ക് പോലും ഭൂരിപക്ഷം കുറയ്ക്കാനായത് എന്നതാണ് UDFന്റെ ഒരു കണക്കുകൂട്ടൽ. നിർമ്മല ജിമ്മിക്ക് അങ്ങനെ ഒരു മോൻസ് ജോസഫിനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ? പ്രാദേശികമായി പല പിന്തുണയും നിർമ്മല ജിമ്മിക്കുണ്ട് എന്നുള്ളതാണ്. കുടുംബം ജനിച്ചു വളർന്നത് ഈ കടുത്തുരുത്തിൽ തന്നെയാണ് എന്നാണ് നിർമ്മല ജിമ്മി ചൂണ്ടിക്കാണിക്കുന്നത്. പല നിർമ്മല ജിമ്മിയുടെ കുടുംബത്തിൽപ്പെട്ട പല വൈദികർ അങ്ങനെ ഉൾപ്പെട്ട വലിയ കുടുംബ പാരമ്പര്യം ഈ കടുത്തുരുത്തി മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് അവർ കുറവിലങ്ങാട്, അതായത് കടുത്തുരുത്തിയുടെ ഭാഗമായ കുറവിലങ്ങാട് ഡിവിഷനിൽ നിന്നാണ് കഴിഞ്ഞ തവണ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. ഇതെല്ലാം അവരുടെ ഒരു ആത്മവിശ്വാസത്തിന് കാരണമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ കാലമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു വനിതാ മുഖമാണ് എന്നുള്ളതാണ് നിർമ്മലയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലുമായാണ് കേരള കോൺഗ്രസ് എം ഇത്തവണ സ്റ്റീഫൻ ജോർജിന് പകരം നിർമ്മലയെ അവിടെ ഇറക്കിയതിന് പിന്നിൽ. ഒരു വനിതാ പ്രാതിനിധ്യം കൂടി വേണം എന്ന കണക്കും അതിന് പിന്നിലുണ്ട്. എന്തായാലും ഈ ഫൈറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുകയും അവിടെ ഒരു LDFന് തീരെ വിരുദ്ധമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ അട്ടിമറികൾക്കും സാധ്യതയുണ്ട് എന്ന് കേരള കോൺഗ്രസ് എം കണക്കുകൂട്ടുകയാണ്. അപ്പുറത്ത് പക്ഷേ മോൻസ് ജോസഫ് പതിറ്റാണ്ടുകളായി ആ മണ്ഡലത്തിൽ നിന്ന് ഇടത് വലത് മുന്നണികളിൽ നിന്നൊക്കെ നിന്ന് വിജയിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ 2001-ൽ സംസ്ഥാനത്ത് ഒട്ടാകെ ഒരു UDF അനുകൂല തരംഗമുണ്ടായപ്പോൾ മാത്രമാണ് അന്ന് സ്റ്റീഫൻ ജോർജിനോട് മോൻസ് ജോസഫിന് പരാജയപ്പെടേണ്ടി വന്നത്. അന്ന് PJ ജോസഫ് ഉൾപ്പെടെ തൊടുപുഴയിൽ പരാജയപ്പെടുന്ന സാഹചര്യം പോലും അന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് മോൻസിന് അവിടെ ഒരു അടിപതറിയത്. പിന്നീട് കാലങ്ങളായ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. അവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പുറത്തെ നിർമ്മല ജിമ്മി. ശ്രീജിത്ത്, എന്തായാലും നമുക്ക് ശ്രീജിത്ത് പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലായെങ്കിലും നമുക്ക് UDFന്റെ ഏകദേശം ഉറപ്പിൽ അങ്ങനെ ഈ പറയുന്ന പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി അങ്ങനെ ഒരു UDFന്റെ ഉറപ്പ് മണ്ഡലത്തിൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ കണക്കൂട്ടാം. ഇനി സാധ്യത അവർ കാണുന്നത് പൂഞ്ഞാർ മണ്ഡലം, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ. അതിൽ പൂഞ്ഞാറിൽ എങ്ങനെയാണ് UDF? പൂഞ്ഞാർ മണ്ഡലത്തിന്റെ പ്രത്യേകത, പൂഞ്ഞാറിന്റെ എല്ലാ കാലത്തെയും കഴിഞ്ഞ കുറെ കാലത്തെ സ്ഥിരം പ്രതിനിധിയായിരുന്ന PC ജോർജ് കഴിഞ്ഞ തവണ പരാജയപ്പെടുന്നു. അതിനു മുമ്പ് സ്വതന്ത്രനായി നിന്ന് PC ജോർജ് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പൂഞ്ഞാറിൽ വിജയിച്ചത് എന്നത് ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു PC ജോർജിനെയാണ് 27,821 വോട്ടിനാണ് 2016-ൽ വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ 16,581 വോട്ടിന് PC ജോർജ് സെബാസ്റ്റ്യൻ കുളത്തങ്ങളിലൂടെ പരാജയപ്പെടുന്നു. ഇത്തവണ PC ജോർജിന്റെ ഒരു സാന്നിധ്യം, അതോടൊപ്പം തന്നെ UDFും അവിടെ ഒരു വിജയം, അങ്ങനെ ഒരു വിജയം അവിടെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. UDFന്റെ സെബാസ്റ്റ്യൻ അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. LDF കേരള കോൺഗ്രസ് എമ്മിന്റെ കുളത്തുകൾ വീണ്ടും ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ പൂഞ്ഞാറിൽ UDFന് എത്രത്തോളം സാധ്യതയുണ്ട്? കിരൺ, ഈ ചൂണ്ടിക്കാണിച്ച 3 മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും ഒപ്പം തന്നെ ഏറ്റുമാനൂരും, ഈ 3 മണ്ഡലത്തിനും ഒരു പൊതു സ്വഭാവം UDF അനുകൂലമായി പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്.
അവിടെ പൂഞ്ഞാറിനെ ഒരല്പം വ്യത്യസ്തമായി വെക്കേണ്ടത് ഈ ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരും ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ നേടിക്കൊണ്ട് വിജയിക്കാം എന്നതാണ് UDFന്റെ കണക്കുകൂട്ടലെങ്കിൽ പൂഞ്ഞാറിൽ അല്പം വ്യത്യസ്തമാകുന്നത് മുസ്ലിം വോട്ടുകളുടെ കാര്യമായൊരു സാന്നിധ്യമാണ്. അത് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല മുണ്ടക്കയത്തും എരുമേലിയിലുമൊക്കെ അങ്ങനെ ഒരു വലിയ സ്വാധീനമുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ആശങ്കയായി നിൽക്കുന്നത് ഇത്തവണ SDPI സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനാണ് ഫലത്തിൽ പിന്തുണ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ തവണയും SDPIയുടെ ഈ പിന്തുണയായിരുന്നു കുളത്തിങ്കലിനെ അവിടെ വിജയിപ്പിക്കുന്നതിന് വളരെ നിർണായക ഘടകമായി മാറിയത്. പക്ഷേ ഈ SDPI വോട്ടുകൾ അങ്ങനെ പോയാൽ പോലും മണ്ഡലത്തിൽ ഒന്നാകെ കഴിഞ്ഞ തവണ PC ജോർജും വലിയ സാന്നിധ്യമായി നിന്ന് വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ കൂടി കാര്യമായി PC ജോർജിലേക്ക് പോയ വോട്ടുകൾ കൂടി കാര്യമായി തങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ വിജയം കൊയ്യാം എന്നുള്ളതാണ് അവിടുത്തെ UDFന്റെ ഒരു കണക്കുകൂട്ടൽ. എത്രത്തോളം യാഥാർത്ഥ്യത്തിലേക്ക് അതെത്തും എന്നുള്ളത് വ്യക്തമല്ല. കാരണം അവിടെ PC ജോർജും അതിശക്തമായ പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് മലയോര മേഖലയൊക്കെയുള്ള മണ്ഡലമാണ്. അവിടെ കാര്യമായി പ്രചരണം PC ജോർജ് നടത്തിയിട്ടുണ്ട്. ഈ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള ജോർജിന്റെ ശ്രമം എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെയല്ല ജോർജിന്റെ സാന്നിധ്യം. താമര ചിഹ്നത്തിലാണ് ജോർജ് മത്സരിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷെ ജോർജിന് ഈ പതിറ്റാണ്ടുകൾ അവിടെ നിന്നൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ കിട്ടും. വ്യക്തികളുമായി ബന്ധമുണ്ട്, കുടുംബങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ജോർജിന്റെ ഒരു പ്ലസ് പോയിന്റ്. UDFന്റെ കണക്കിൽ തന്നെ പല പഞ്ചായത്തിലും PC ജോർജ് ഒന്നാമതെത്തും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പാറത്തോട് അതേപോലെ ഈ എരുമേലി പോലുള്ള പഞ്ചായത്തുകളിൽ കിട്ടുന്ന വലിയ ഭൂരിപക്ഷവും അവിടെ ഉണ്ടാകുന്ന ജോർജിന്റെ തിരിച്ചടിയുമാണ് അവിടെ UDFന്റെ ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അവർ കണക്കുകൂട്ടുന്നത്. ഈരാറ്റുപേട്ടയും UDF കാര്യമായി പ്രതീക്ഷിക്കുന്ന പഞ്ചായത്താണ്. ഇത്തവണ ജോർജിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പൂഞ്ഞാർ തെക്കേക്കര പോലെ പതിറ്റാണ്ടുകളായി ജനപക്ഷത്തിന്, അതായത് PC ജോർജിനൊപ്പം നിന്ന പഞ്ചായത്തിൽ BJP ഇത്തവണ ഭരണം പിടിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റു പലയിടത്തും ഇപ്പോൾ തീക്കോയ് പോലെ ഒരിക്കലും BJP ജയിക്കാത്ത സ്ഥലങ്ങളിൽ അക്കൗണ്ട് തുറക്കാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ ജോർജ് തന്നെ വരുമ്പോൾ താമരക്കോട്ട് വീഴും എന്നുള്ളതാണ് ജോർജിന്റെ ഒരു കണക്ക്. ശ്രീധനി, അടുത്ത മണ്ഡലം നോക്കിയാൽ നമുക്ക് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി CF തോമസ് 9 തവണ തുടർച്ചയായി വിജയിച്ച CF തോമസ് പോയി നിന്റെ പേര് കണ്ടാൽ മാത്രം മതിയായിരുന്നു ചങ്ങനാശ്ശേരിയിൽ വിജയിക്കാൻ. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിനൊപ്പം ജോബ് മൈക്കിൾ വരുമ്പോൾ ജോബ് മൈക്കിളും അവിടെ അനായാസമായി അങ്ങനെ ഒരു വിജയം സാധ്യമാക്കിയെടുക്കുന്നു. എന്നാൽ UDFനൊപ്പം നിന്നൊരു സ്ഥലം ആദ്യമായി LDFിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചങ്ങനാശ്ശേരിയിലും UDF ഇത്തവണ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിലപാട് തന്നെ സർക്കാർ വിരുദ്ധമാണ് എന്നുള്ളതാണ് UDFന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രധാന ഘടകം. ചങ്ങനാശ്ശേരി പിതാവ് തറയിൽ പിതാവൊക്കെ തന്നെ പലതവണ സമരരംഗത്ത് തന്നെ കുട്ടനാട് പോലെയുള്ള ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ച് സമരരംഗത്ത് തന്നെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം UDFത്തിന് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളതാണ് UDF കാണുന്ന ഒരു ആത്മവിശ്വാസം. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തൃക്കൊടിത്താനത്ത് ഇടത് ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയ ആളാണ് ബിനു ജോബ് എന്ന UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. പക്ഷേ തൊട്ടിപ്പുറത്ത് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തന്നെ പല വികസന പ്രവർത്തനങ്ങളും ഒരുപക്ഷെ CF തോമസിനേക്കാൾ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പുറത്തെ ജോബ് മൈക്കിൾ ഒരു ആത്മവിശ്വാസമായി ചൂണ്ടിക്കാണിക്കുന്നത്. ചെറുകിട ജലസേചന പദ്ധതികൾ മുതൽ KSRTC ബസ് സ്റ്റാൻഡ് അങ്ങനെ പല പല പദ്ധതികളിലും അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. സാധാരണക്കാർക്ക് അടുത്തെത്താൻ കഴിയുന്ന ഒരു MLA ആയി ജോബ് മൈക്കിൾ മാറി എന്നൊക്കെയുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. അവിടെ സഭകളുടെ വോട്ട് എങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. B രാധാകൃഷ്ണ മേനോനാണ് BJP സ്ഥാനാർത്ഥി. അവിടെ ഒരുപക്ഷെ UDFന് പോകാവുന്ന പല NSS വോട്ടുകളും ഒരുപക്ഷെ രാധാകൃഷ്ണ മേനോൻ അവിടെ പ്രാദേശികമായ NSSന്റെ നേതാവ് കൂടിയാണ്. ആ നിലയിൽ പോകാനുള്ള സാധ്യതയും അവിടെ വളരെ കാര്യമായി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉണ്ട്, ചെറിയ തോതിലെങ്കിലും എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അതുകൊണ്ട് തന്നെ പല പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു UDFന്റെ അട്ടിമറി അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് സഭാ വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ടോ, UDFിലേക്ക് ഏറ്റുമാനൂരാണ് സാധ്യമാണ്. അത് കേന്ദ്രീകരിച്ചു എന്നതാണ് പ്രധാനം. ശ്രീത്തെ മറ്റൊന്ന് ഏറ്റുമാനൂരാണ്. തോമസ് ചാഴികാടന്റെ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു. സുരേഷ് കുറുപ്പാണ് അത് പിടിച്ചെടുക്കുന്നത്. 2 തവണ സുരേഷ് കുറുപ്പ് വിജയിക്കുന്നു. പിന്നീട് VN വാസവൻ വിജയിക്കുന്നു. VN വാസവൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിക്കുന്ന പോലെയല്ല, ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്കൊക്കെ കോട്ടയത്ത് ഏറ്റവും ജനപ്രിയനായി നിൽക്കുന്ന ഒരു മന്ത്രി, എല്ലാവരുടെയും വാസവനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് തന്നെ ആളുകൾ ഇടപെടുന്ന ഒരു മന്ത്രി. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഏറ്റുമാനൂരിൽ ഒരു അട്ടിമറി, ഒരു നാട്ടാം സുരേഷിലൂടെ ഒരു അട്ടിമറി ഏറ്റുമാനൂരിൽ സാധ്യമാണ് എന്ന്. അതിന് എത്രത്തോളം സാധ്യതയുണ്ട്?
അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് അതിൽ പ്രധാന ആശ്വാസമായി UDF കാണുന്നത്. പ്രത്യേകിച്ച് കുമരകം ഡിവിഷൻ CPM-ന്റെ കുത്തക സീറ്റായിരുന്നു. അവിടെ അട്ടിമറി ജയമുണ്ടായി. തൊട്ടപ്പുറത്ത് അയ്മനം CPM-ന്റെ കോട്ടയായിരുന്നു. അവിടെ ഇപ്പോൾ BJP ഭരിക്കുന്നു. കുമരകം പഞ്ചായത്ത് UDF ഭരിക്കുന്നു. അവിടെ VN വാസവൻ എന്ന നേതാവിന് പല പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ മന്ത്രിക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അത് അവർ മുന്നോട്ട് പോയത്. മാത്രമല്ല, ഈ പലയിടത്തും ഇനി വാസവൻ മുന്നോട്ട് പോയാലും അതിരമ്പുഴയും ഏറ്റുമാനൂർ നഗരസഭയും ഇവിടെ കാര്യമായ വോട്ടുള്ള സ്ഥലമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ വളരെ കാര്യമായ ലീഡ് നേടിയാൽ അവിടെ വിജയിക്കാം എന്നതാണ് ഈ നാട്ടകം സുരേഷിന്റെ ഒരു ആത്മവിശ്വാസമായി നിൽക്കുന്നത്. പക്ഷെ നാട്ടകത്തിന് അത്രത്തോളം സ്വാധീനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചർച്ചകളും UDF ക്യാമ്പിൽ തന്നെയുണ്ട്. പല നെഗറ്റീവുകളും നാട്ടകത്തിനെതിരെ ആ UDF ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ പ്രചരിച്ചതും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം, പ്രത്യേകിച്ച് VN വാസവൻ കഴിഞ്ഞ 5 വർഷക്കാലം നിരവധി റോഡിന്റെ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നൊരു നേതാവാണ്. അവിടെയാണ് നാട്ടകം സുരേഷ് വികസനം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അത് എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഏറ്റുമാനൂരിൽ പുറമേ നിന്ന് ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മത്സരം ഉണ്ടായി എന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം, കഴിഞ്ഞ തവണ ലതിക സുഭാഷിന്റെയൊക്കെ സ്ഥാനാർത്ഥിത്വവും ഏതാണ്ട് 8000-ൽ പരം വോട്ടുകൾ അവർ നേടിയതുമൊക്കെ വളരെ പ്രധാനമായിരുന്നു VN വാസവന്റെ വിജയം. ഇത്തവണ അത്തരം ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ഏറ്റുമാനൂർ പിടിക്കാമെന്നതാണ് കോൺഗ്രസിന്റെ കണക്ക്. ശരി, ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കാഞ്ഞിരപ്പള്ളിയും പാലയും വൈക്കവും അവർ അങ്ങനെ ഒരു വലിയ ഒരു കേരളത്തിലൊരു UDF തരംഗമുണ്ടായാൽ മാത്രം വിജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങളാണ്. ഇനി